ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അവൻ മണ്ണൻ തോന്നുന്ന അല്ല നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? മൊത്തം കടത്തൽ കുത്തിയോ? കുടിക്കാൻ വല്ലതും തരുമോ? അല്ലമ്മ എന്ത് പറ്റി? അല്ല എന്താ പരിപാടി? അല്ലടി നിന്റെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം നിന്റെ അമ്മ? എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ട്, നീ ഇങ്ങോട്ട് പറയട്ടെ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം എത്രയായി? എന്റെ കല്യാണം 3 വർഷമല്ലേ? 3 അല്ല 4 വർഷമായി. നാളത്തെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടാ? എന്ത് എന്തൊന്ന് ഓർത്തു നോക്കൂ. ഹലോ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിന്റെ അമ്മയ്ക്ക് അതാണ് പ്രശ്നം. നീ അവളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താ? ഇല്ല. അപ്പൊ അതങ്ങ് വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക്. അല്ല ഇതാണ് പ്രശ്നം. അപ്പൊ അവിടെ ഇരിക്കാം. എന്താ പ്രശ്നം? നല്ല ദിവസമാണല്ലോ നാളെ. അപ്പൊ നീ ഇങ്ങനെ പ്രശ്നം ഓർമ്മയുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇന്ന് ഞാൻ ഗോൾഡ് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഗോൾഡ് വാങ്ങിച്ചു തരും. നീ എൻ്റെ അടുത്ത് കുറെ നാൾ കൊണ്ട് ഒരു മാലയുടെ കാര്യം പറയുന്നു. അതെങ്ങനെയാ 9 മണിക്ക് സ്വർണ്ണം വാങ്ങാൻ പറ്റൂ? രാത്രി 9 മണിയല്ല, രാത്രി 12 മണി ആയിരുന്നാലും നമുക്ക് ഇന്ന് ഗോൾഡ് കൊച്ചിയിൽ നിന്ന് വാങ്ങാൻ പറ്റും. AGD ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ പുതിയ ഷോറൂം ഇടപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 to night 12 വരെയാണ് അവരുടെ ഷോറൂം ഓപ്പണിംഗ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം എത്ര ബിസിയുള്ള നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ എല്ലാവരുടെയും വർക്ക് കഴിഞ്ഞതിന് ശേഷം ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥാപനമാണ് AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്. കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു നൈറ്റ് ഷോറൂം ഉള്ളത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നിനക്ക് ഇന്ന് നിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ അടിപൊളി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് തരും. പോരെ? മതി, എന്തായാലും അത് കൊള്ളാം. ഈ സമയം വരെ ഷോപ്പ് ഓപ്പൺ ആയിട്ടിരിക്കുന്നു. അപ്പൊ നിന്റെ ഈ ടേസ്റ്റി ജ്യൂസ് പോലെ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു ഷോപ്പിംഗ് നടത്താം. പോയി റെഡി ആയിക്കോ. ഇന്ത്യയിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പണിക്കൂലിയുള്ള സ്ഥലം അവിടെയാണ് ഇന്ന് ഞങ്ങൾ ഉള്ളത്. AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇന്നിപ്പോ ഉള്ളത് ഇടപ്പള്ളി ഷോറൂമിലാണ്. ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും പ്രത്യേകത, ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൈറ്റ് സെയിലുള്ള ഒരേ ഒരു ഷോപ്പും അത് AGD ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈസി ആയിട്ട് ഈ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടും ഇന്ന് ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട് കളക്ഷൻ? AGDയുടെ അതിമനോഹരമായിട്ടുള്ള ബ്രൈഡൽ സെക്ഷനിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഞാൻ എവിടെ പോയാലും ഈ ഒരു സെക്ഷൻ എനിക്ക് വിടാൻ പറ്റാത്ത ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സെലക്ഷൻസ് ആണ് ഇതെല്ലാം. ഇതൊക്കെ എത്ര പറയുന്നത്? സത്യത്തിൽ ഈ 2 സെറ്റ് മതി ഇന്നൊരു പ്രോപ്പർ ആയിട്ട് ഒരു ബ്രൈഡൽ ലുക്കിൽ ഒരു കുട്ടീനെ കൊണ്ടുവരാൻ. പിന്നെ ഞാൻ എനിക്ക് എടുത്ത് പറയാനുണ്ട് എല്ലാ ബ്രൈഡ്സിനും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മേക്കിംഗ് ചാർജ്. അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും AGD തന്നെ വരണം. ഞാൻ എന്റെ
ഫാമിലി ആയിട്ട് ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ കളർഫുൾ ആക്കുന്നത് ഈ മേക്കിംഗ് ചാർജിന്റെ കുറവ് തന്നെയാണ്. അപ്പൊ വിവാഹ ആഭരണങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാനായിട്ട് ഉള്ള ബെസ്റ്റ് പ്ലേസ് അത് ഏജിയുടെ തന്നെയാണ്. അതിനൊക്കെ തന്നെ വരികയാണ് അക്ഷയ തൃതീയ. ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു സ്വർണ്ണ വിലയുടെ ഇത്രയും ഹൈപ്പ് വരുന്നത് കൊണ്ട് തന്നെ അക്ഷയ തൃതീയക്ക് ആരും സ്വർണം വാങ്ങാതിരിക്കത്തില്ല. ഓൾറെഡി ബുക്കല്ലേ. അതും ഏറ്റവും ലോവസ്റ്റ് അഡ്വാൻസ് ഒരു പവന് 500 രൂപ മാത്രമാണ് ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ. അതിപ്പം സ്വർണ്ണ വില കുറയുവാണെങ്കിൽ നമുക്ക് കുറഞ്ഞു പോവാം, കൂടുവാണെങ്കിൽ ഈ റേറ്റിന് തന്നെ. അപ്പൊ ആരും ഈ ഒരു ബെസ്റ്റ് ഓപ്ഷൻ പാരാക്കരുതും തന്നെയാണ് എന്റെ ഒരു റിക്വസ്റ്റ്. കാര്യം എല്ലാവരും ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ തന്നെ സ്വർണ്ണം എടുക്കട്ടെ. ഞാൻ അങ്ങനെയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമ്മളൊന്ന് ബുക്ക് ചെയ്ത് പോവാം. ഇനി നമ്മൾ ഷോപ്പിങ്ങിലോട്ടും പോവാം. വന്ന കാര്യം മറന്നു പോകാൻ പാടില്ലല്ലോ. ഇപ്പൊ ഇതുപോലെ ഒത്തിരി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോ ഞാൻ വന്ന എന്റെ ഗിഫ്റ്റ് അത് ഞാൻ നിനക്ക് സർപ്രൈസ് ആയിട്ടാണ് ഗിഫ്റ്റ് തരാൻ വാങ്ങാൻ പോകുന്നത്. ഇവിടെയുള്ള ഗിഫ്റ്റ് ഞാനായിട്ട് തന്നെ വാങ്ങാൻ. നിങ്ങൾ ഇവിടെ ഇരുന്നോ, നമുക്കൊന്ന് പോയി നോക്കാം. ആനിവേഴ്സറിക്ക് ഞാൻ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് തന്നെയാണ് ഏജിയുടെ വാങ്ങുന്നത്. ലാബ് ഗ്രോൺ ഡയമണ്ടിൻ്റെതാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് ഉള്ളത്. അപ്പൊ ഞാൻ അതുകൊണ്ട് പ്രിഫർ ചെയ്യുകയാണ്. കുറച്ചും കൂടെ എനിക്ക് റീസണബിൾ ആയിട്ട് കിട്ടുന്ന ഡയമണ്ട് സെറ്റ് ആണ്. ഇതിപ്പോ ഒരുപാട് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇഷ്ടംപോലെ സെലക്ഷൻ ഇതൊരു ഫുൾ സെറ്റ് ആണ് അല്ലേ? ഞാൻ ഇതിപ്പോ കാണിക്കുന്നില്ല, സർപ്രൈസ് ആണ്. സർപ്രൈസ് വാങ്ങാൻ ഇവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കണം എനിക്ക് നിർബന്ധമായിരുന്നു. ആകെ വർഷത്തിൽ ഒന്ന് മാത്രം വരുന്നതാണല്ലോ വെഡിങ് ആനിവേഴ്സറി. സന്തോഷം. അതെ, വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ ഇത് തന്നെ എടുക്കണം. ഞാനിപ്പോ ഒരു വള വാങ്ങിച്ചു കൊടുക്കാറ്. അപ്പൊ പുള്ളിക്കാരുടെ വിചാരം ഞാൻ ഈ വള മാത്രമേ വാങ്ങിച്ചു കൊടുക്കണം. കുറെ നാളുകൊണ്ട് എൻ്റെ അടുത്ത് മാലയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ വള വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ ഒതുക്കിക്കൊണ്ട് പോവാണ്. നാളെ ഞാൻ സർപ്രൈസ് ആയിട്ട് മാത്രമേ മാലയുടെ കാര്യം പറയുന്നുള്ളൂ. നമുക്ക് വളയിൽ ഒതുക്കാം. നമുക്ക് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? അടിപൊളിയാണോ? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഹാപ്പി ആനിവേഴ്സറി.